10 ലക്ഷം എന്നാ പറഞ്ഞത്. ഓടി. ആ ഓടിയ കുഴൽനാടൻ ചത്തു. ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഞാൻ എന്താ പറയേണ്ടത്? അയാളെ പുറത്താക്കിയില്ല, ഞാൻ ഈ തോന്നിവാസം പറയുന്ന ആളുകളെ പുറത്താക്കിയില്ല. ആദ്യ LDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്, ഈ സർക്കാർ ഭരിക്കുന്ന കാലത്ത് അവതാരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത്. അത് അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെയാണ് അങ്ങനെ ഒരു കമന്റ് തന്നെ ഉണ്ടാകുന്നത്. ഇതിപ്പോ പക്ഷെ നമ്മൾക്ക് അയ്യപ്പനേക്കാൾ വലുത് എന്ന് നാട്ടുകാരെ കൊണ്ട് തോന്നിപ്പിക്കാനുള്ള ഒരു അവതാരത്തിന്റെ ശ്രമം നിരന്തരം കാണേണ്ടി വരികയാണ്. എവിടെയൊക്കെയാണ് അയാൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത്? സംസാരിക്കാൻ പറ്റും. അവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഒപ്പം പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നു. ഒരു പൊതുപരിപാടി എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളുള്ള ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നു. ഡൽഹിയിലെ ഏറ്റവും സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നായ സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പവർ ബ്രോക്കേഴ്സ്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയാധികാരത്തിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അതിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ, കൊള്ള നടത്തുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ചെയ്യുന്ന അതേ മോഡസ് ഓപ്പറാൻഡിയാണ് നമ്മൾ പോറ്റിയിലും കാണാൻ കഴിയുന്നത്. കള്ളനാണെങ്കിലും സാറിനില്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ? അഭിമാനം. അയാൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒപ്പമുണ്ട്, എല്ലാ രാഷ്ട്രീയാധികാര കേന്ദ്രങ്ങളുടെയും ഒപ്പമുണ്ട്. അയാൾക്ക് മുഖ്യമന്ത്രിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ ഓഫീസിലൊക്കെ കയറി ചെല്ലുന്നതിന്, അവരുടെ കാര്യാലയങ്ങളിൽ കയറി ചെല്ലുന്നതിന് വളരെ സുഗമമായ പാത ഒരുക്കുന്നതിന് അവിടെ ആളുകളുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇതെല്ലായിടത്തും ഉണ്ട് ഇത്തരം ആളുകളൊക്കെ. ഇത്തരം ആളുകൾ നിങ്ങളുടെ രാഷ്ട്രീയാധികാരവുമായിട്ട് ഇടപെടുന്നതിനെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയമായ ഇന്റഗ്രിറ്റി, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയ മൂല്യബോധം. ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു ഗുണപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. നിങ്ങൾ നോക്കും, മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള ആളുകൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടുപ്പമുള്ള ആളുകൾ, ഇവരെല്ലാം വളരെ കൃത്യമായ ഇത്തരത്തിലുള്ള ഇന്റഗ്രിറ്റി പുലർത്തുന്നവരാണോ? അല്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണൽ കർത്ത എന്നുള്ള ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കരിമണൽ വ്യവസായിയുടെ സ്ഥാപനത്തിലെ കണക്കുകളുടെ എക്സൽ ഷീറ്റും വേർഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പണിക്ക് അവർക്ക് കരാർ കൊടുത്തതിന് കോടിക്കണക്കിന് രൂപ അവർക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളത് അത് നിയമപരമായ മാർഗത്തിലൂടെ കൊടുത്ത ഒരു സേവനത്തിന് കൊടുത്ത പ്രതിഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് CPM-കാർ. പിന്നീട് വരെ അവസരം കിട്ടിയില്ല. കേരളത്തിൽ പാരിസ്ഥിതിക ലംഘനത്തിന്, വ്യവസായ നടത്തിപ്പിലെ നിരവധി നിയമലംഘനങ്ങൾക്ക് ആരോപണം നേരിടുന്ന ഒരു വ്യവസായിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ ആ സേവനത്തിനുള്ള പ്രതിഫലമായി എന്നുള്ള മട്ടിൽ നമുക്കൊക്കെ കാണാൻ കഴിയുന്ന പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പ് കരാറാണത്. പാർട്ടി നന്നാക്കാൻ നോക്കണ്ട. നിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ കാണിച്ചിട്ടുള്ള കോടികളുടെ അഴിമതി ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ട്. നേതാക്കന്മാരെ പറഞ്ഞാണല്ലോ. നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമപരമായിട്ട് നിലനിൽക്കും. പക്ഷേ അത് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള അണെത്തിക്കലായിട്ടുള്ള കോഴ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒന്നിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ടത്. നമുക്ക് എന്തെങ്കിലും പരാതി, CPM-കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായോ? CPM-ന്റെ നേതൃത്വം അതിൽ ഇടപെട്ടോ? ഇല്ല. തെളിവുണ്ടാ? തെളിവ് വരാൻ ഞാനെന്താ പോലീസാ? അതായത് ഇത്തരത്തിലുള്ള പൗരപ്രമുഖന്മാർക്ക് പോറ്റ് മുതൽ ഈ പറയുന്ന കരിമണൽ വ്യവസായ വരെയുള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ മറുപടി പറയാം. മാധു നേതാക്കന്മാരെ പറഞ്ഞപ്പോൾ അവന്റെ വേവലാതി. നേതാക്കന്മാരെ നിന്റെ തന്ത മാധു ഇവിടെ പറയാൻ സൗകര്യപ്പെടുകയല്ല. 10 ലക്ഷം ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞ എന്നിട്ട് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കെതിരെ മര്യാദക്കാണെങ്കിൽ കരീംഭായ് ബഹുത്ത് അച്ഛാ ആദ്മി ഹൈ. തെറ്റാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഇതിന് എന്നെ കിട്ടത്തില്ല. ഇത്ര ആളുകളോട് ചർച്ചയ്ക്ക് സൗകര്യപ്പെടുകയും 10 ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ പിഴയടിക്കും. എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു. നീ ചൊറിയണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. അനിൽകുമാറിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചർച്ചയിൽ പറഞ്ഞാൽ അനിൽകുമാർ ചർച്ച ചെയ്യാൻ ദശമൂലം പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന ഒരു വിഷയം ഇതല്ല. 2 ഹൈക്കോടതി വിഷയമൊക്കെ സംസാരിക്കുന്ന വിഷയം അടി വാങ്ങിച്ച മാത്യു കുഴൽനാടൻ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. എന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് വിളമ്പ് കാണും ഈ കേസിനകത്ത്. ആ പണിക്ക് നിന്ന് തരാൻ സൗകര്യപ്പെടുകയല്ല. പറയാണ് അയാളെ പുറത്താക്കിയില്ല, ഞാൻ ഭീഷണിയുടെ സ്വരം
അതെന്നോട് വേണ്ട. അങ്ങനെ അല്ല ഈ തോന്നിവാസം പറയുന്ന അല്ല ആളുകളെ പുറത്താക്കില്ല. അതിൽ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എന്റെ സ്വഭാവം വീട് പ്രസിഡന്റ് പിന്നെന്തോന്നു, ഞാൻ വെറും ചന്തയാണ്. ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഈ പറയുന്ന തെമ്മാടിക്കൂട്ടത്തോടൊപ്പം ചർച്ചയ്ക്കില്ല. അത്തരം പരാമർശങ്ങൾ പാടില്ല, അത്തരം പരാമർശങ്ങളെ പാടില്ല. ഇത് നോക്കൂ, ഈ പാനലിൽ 4 പേരുണ്ട്, ഈ പാനലിൽ 4 പേരുണ്ട്. അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഗൗരവകരമായി അധിക്ഷേപകരമായ വാക്കല്ലേ അങ്ങ് ഉപയോഗിച്ചത്? കാര്യമല്ല, ഇത് കേൾക്കാൻ സൗകര്യമില്ല. ഇന്ന് കുറച്ച് കൂടുതലാ മോനെ. ഇന്നല്ല എന്നും ഇത്തിരി കൂടുതലാണല്ലോ. അല്ല, ഇത് നോക്കൂ, ഈ പാനലിലുള്ള എല്ലാവരും ഞാൻ ഉൾപ്പെടുന്നതായിരിക്കല്ലോ അല്ലെ, സ്വാഭാവികമായും ഈ പാനലിൽ ഇതിന്റെ ബോർഡിലിരിക്കുന്ന ആളുകളെ മുഴുവനും ചാനൽ വേണ്ട. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സണലാക്കി കളഞ്ഞാൻ. ഒരു ചാനലും വേണ്ട ഇവിടെ, ഒരു ചാനലിലും ഞങ്ങൾക്ക് ചാനൽ വേണ്ട എന്നൊക്കെയുള്ളത് വല്ലാത്ത തിക്കൂരമായി പോയി. അല്ല, ചാനൽ പറ്റില്ല. എന്തൊരു കഷ്ടം ഇത്. എടോ, അയാളുടെ വട്ടിന് ഇപ്പോഴും ഒരു കുറവില്ലേ? ഗുളിക കഴിക്കാറില്ലേന്ന്? എല്ലാ ദിവസവും കഴിക്കാനുള്ള മടി കൊണ്ട് മാസത്തിൽ ഒരുമിച്ചാ കഴിപ്പ്. അന്ന് ഇച്ചിരി കുറവുണ്ടാവും. 10 ലക്ഷം രൂപ പിഴയടിക്കും എന്ന് പറഞ്ഞ കേസിനെ കുറിച്ചാണ് ഇവിടെ വർത്താനം പറയുന്നത്. ശരി 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 നോക്കൂ, അല്ല നമ്മൾ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ കഴിഞ്ഞ 10 മിനിറ്റോളമായി സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ആ വിഷയം അവസാനിപ്പിക്കും. ചർച്ചയ്ക്ക് ഞങ്ങളില്ല. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണുക്കിലിട്ടൊന്നും തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. ആ വിഷയം അവസാനിപ്പിക്കൂ. അല്ല, അത്തരം വിഷയത്തെ ചർച്ചയ്ക്ക് ഞങ്ങളില്ല. മാധു തടഞ്ഞില്ല, ആ വിഷയത്തിൽ മാധു തടഞ്ഞില്ല. അയാളത് പറഞ്ഞപ്പോൾ മാധു തടഞ്ഞില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ചർച്ചക്കല്ല ഞാൻ വന്നത്. ഞാനൊന്ന് പറയട്ടെ. റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. ചർച്ചയ്ക്ക് ഭയമില്ല. ചർച്ചയ്ക്ക് ഭയമില്ല എന്നുള്ളത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. ആ വിഷയം ചർച്ച ചെയ്യാൻ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങളില്ല. ശരി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. നീ ഒന്നും പണയണ്ട. അല്ലല്ല, ഇന്ന് സൗകര്യപ്പെടുകയല്ല. കാരണം സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ, സുപ്രീം കോടതി വിധിച്ച കേസാ മാത്യു കുഴൽനാടനെ. 10 ലക്ഷം എന്നാ പറഞ്ഞത്. ആ ഓടിയ കുഴൽനാടൻ ചത്തു. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയല്ലേ? ഞാൻ എന്താ പറയേണ്ടത്? അതാ ഞാൻ പറയുന്നത്. ഈ തെമ്മാടിക്കൂട്ടം, മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയ്ക്കില്ല. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചാര. ഈ ബോർഡിലുള്ള മുഴുവൻ ആളുകളെ, അത്തരം പരാമർശങ്ങൾ നടത്തിയവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളെയും എന്നെയും ഉൾപ്പെടെ തെമ്മാടിക്കൂട്ടം എന്ന് അങ്ങ് വിളിച്ചതിന് ശേഷം അങ്ങ് ഈ ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്കുമില്ല. ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങയോടെ ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു. ശ്രീ അനിൽകുമാർ, ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞോളൂ. ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞോളൂ. സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നവർക്ക് എന്ത് ബഹുമാനം? ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ. ആര് പിരിയണം? തെമ്മാടിക്കുട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആൾ. ശരിയാണ്. എന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതെ, ആ വിഷയത്തിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. അതാണ് ചർച്ചയെങ്കിൽ ഞാൻ എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് താരക്കിട്ട് തട്ടാനല്ലേ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നേ. അത് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത്, മാധുവിനെ അല്ല പറഞ്ഞത്. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. അല്ല, ഈ ചർച്ചയിലിരിക്കുന്ന തെമ്മാടിക്കൂട്ടം എന്നങ്ങ് പറഞ്ഞു. തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയിലില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ ആൾ. മറ്റു 3 പേരും അതിന്റെ ഭാഗമാവുകയും ചെയ്യും. എന്റെ ഈശ്വര, എന്റെ നിഷ്കളങ്കത എങ്ങനെ ഞാനോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തിധിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല. ശ്രീ അനിൽകുമാർ, തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. തെമ്മാടിക്കൂട്ടത്തിനൊപ്പം ചർച്ചയിലിരിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞു. സ്വാഭാവികമായും മറ്റുള്ളവർക്ക് അത് പറയാമല്ലോ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ ചർച്ച ബഹിഷ്കരിച്ചിരിക്കുന്നു. ഒഴിവാക്കിക്കളന്നല്ലേ.